അപ്പോൾ എല്ലാവരെയും ഞാൻ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഏറെ സമയത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയ വീഡിയോയുമായി രംഗത്ത് വരുന്നത്. എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായിരുന്നു ഇത്ര വൈകാൻ കാരണം. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമതും അധികാരത്തിൽ കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മൂന്നാമതും അധികാരത്തിൽ കയറാൻ ഒന്നും തന്നെ പിണറായി വിജയൻ മുൻ ഗവൺമെന്റിൽ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറെക്കാലം തീവ്രവാദികളെന്ന് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPI പേരെടുത്ത് നിരവധി തവണ പിണറായി വിജയൻ തീവ്രവാദി എന്ന് വിളിച്ചിട്ടുണ്ട്. തീവ്രവാദി എങ്കിൽ തീവ്രവാദം ഇല്ലാത്ത പാർട്ടിയാണ്, മാന്യന്മാരുടെ പാർട്ടിയാണ് പിണറായി വിജയന്റെ പാർട്ടി. ജീവിതത്തിൽ ഇന്നേവരെ തീവ്രവാദമൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ചന്ദ്രശേഖരനെ കൊന്നത്, അതുപോലെ നിരവധി ചന്ദ്രശേഖരന്മാരെ കൊന്നത് അതൊന്നും ഞങ്ങളല്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ടതിന് ശേഷം എത്ര പേരെ ഇവർ കൊന്നിട്ടുണ്ടെന്ന് എണ്ണിയാൽ ഒടുങ്ങില്ല. അവരാണ് പറയുന്നത് SDPI പോപ്പുലർ ഫ്രണ്ട് ഇവർ തീവ്രവാദികളാണെന്ന്. ഞാനും സമ്മതിക്കുന്നു, അവർ തീവ്രവാദികളാണ്. ആ തീവ്രവാദികളെയാണ് പിണറായി വിജയൻ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മൂന്നാം പിണറായി വിജയൻ സർക്കാർ രൂപം കൊടുക്കാൻ, നിലവിൽ വരാൻ ആര് വേണമെങ്കിലും കൂട്ടുപിടിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് പിണറായി വിജയൻ അതമ്പതിച്ചിരിക്കും. CPIM-ന്റെയും SDPI-യുടെയും കോടികൾ കെട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രചാരണം നടത്തിയിരുന്നു. അതുപോലെ തന്നെ AK ബാലൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാന നേതാവുണ്ടല്ലോ, CPIM-ൽ AK ബാലൻ എന്നാണ് പേര്. അദ്ദേഹം എന്ന് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. ആ വിളി അയാൾ അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്താണ് പറഞ്ഞത്? ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അയാൾ പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി വരും തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF-നൊപ്പമാണ്. അങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ആ ജമാഅത്തെ ഇസ്ലാമി ഇത് പറയുമ്പോൾ തങ്ങൾ ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് അവർ പറഞ്ഞിരുന്നില്ല. ഇന്നേവരെ ഒരു കൊലപാതക കേസിലും ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടിക്കെട്ടിക്കൊണ്ട് AK ബാലൻ സംസാരിക്കുകയാണ്. എന്താണ് സംസാരിച്ചത്? കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കും എന്നാണ് AK ബാലൻ പറഞ്ഞത്. ഇത് എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമി വരും തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തരം ഭരിക്കുമെന്നാണ് AK ബാലൻ പറഞ്ഞത്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെയുള്ള ഒരു ആക്രമണമായി മാത്രം കണക്കിലെടുക്കാൻ സാധിക്കില്ല. ഇത് മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന, കൊച്ചാക്കുന്ന ഒരു പ്രസ്താവനയാണ് AK ബാലൻ പറഞ്ഞത്. അങ്ങനെ മുസ്ലിം സമൂഹത്തെ കൊച്ചാക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ തീവ്ര ഹൈന്ദവ സമൂഹം ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. പിന്നെ മറ്റുള്ളവരുടെ കാര്യമെല്ലാം പോക്കാണ്. ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കാരണം നിരന്തരം ഗുണ്ടാപ്പണി ചെയ്യുന്ന വിഭാഗമാണല്ലോ ജമാഅത്തെ ഇസ്ലാമി. 10,000-കണക്കിന് ആളുകളെ വെട്ടിക്കൊന്നിട്ടുണ്ട്, കുത്തിക്കൊന്നിട്ടുണ്ട് എന്നൊക്കെ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് പറയാതെ പറഞ്ഞ് ഇട്ടുകൊടുക്കുന്ന AK ബാലൻ മുസ്ലിം സമൂഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഇതിന്റെയൊക്കെ പ്രതിഫലനം AK ബാലന് കണ്ടാസ്വദിക്കാം. മൂന്നാം തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ യാതൊരു ചാൻസുമില്ല. അതിനു മാത്രം ഒന്നും തന്നെ പിണറായി സർക്കാർ ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ കുറെ പെൻഷനുകൾ വിതരണം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ പെൻഷനുകൾ വിതരണം നടത്തിയത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ്. തന്നെയുമല്ല 10 രൂപ ആ മേഖലയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയാണ് കേരളത്തിൽ നിന്നും സാധുക്കൾ സഞ്ചരിക്കുന്ന ഒരു ഇരുചക്ര വാഹനത്തെ പോലീസ് റോഡിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവന് പിഴയായി അടിച്ചു കൊടുക്കുന്നത് 10,000-ഉം 5,000-ഉം 2,000-ഉം 3,000-ഉം ഈ തോതിലാണ്. അകാരണമായി യാതൊരു കാരണവുമില്ല. കൈ കാണിച്ചു നിർത്തുക, അവന്റെ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടുക, അവൻ അവിടെ ന്യായീകരിക്കുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഓവർ സ്പീഡിലല്ല, വണ്ടിയുടെ ബുക്കും പേപ്പറുകളും എല്ലാം രേഖയെല്ലാം ക്ലിയർ ആണ് എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും വകവെക്കാൻ തയ്യാറാകാതെ അപ്പോൾ തന്നെ എഴുതി കൊടുക്കുകയാണ്. അതിൻ്റെ ഫൈൻ ഈ വ്യക്തിയുടെ അഡ്രസ്സിൽ വരുമ്പോൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽ അനുസരിച്ച്
ഇതിന്റെ ഫൈൻ വരുമ്പോൾ കോടതിയിൽ 1-2 ദിവസത്തെ ജോലിയും കളഞ്ഞ് കോടതിയിൽ പോയി അവിടെ തൂങ്ങി നിന്ന് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ പോകാൻ പറ്റാതെ, ഭക്ഷണം കഴിക്കാനോ പോകാൻ പറ്റാതെ, കാരണം ഇതിനെന്തിനെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞാൽ ആ സമയത്തായിരിക്കും കോടതിയിൽ പേര് വിളിക്കുന്നത്. അപ്പോൾ ആബ്സെൻ്റാണ്. വീണ്ടും ഇതിൻ്റെ മേൽ വീണ്ടും മറ്റൊരു ദിവസം ചെലവഴിക്കണം. അങ്ങനെ ഈ പണം പ്രതീക്ഷിക്കാത്ത വൻ തുക അവിടെ പിഴയടക്കേണ്ടി വരുന്നു. അങ്ങനെ ജനങ്ങളിൽ നിന്നും പിഴിഞ്ഞെടുത്ത ഈ പണം അതിൻ്റെ ഒരംശം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അടുത്ത ഭരണം വന്നാൽ ഈ പെൻഷൻ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞ് സാധാരണക്കാരന് ബോധം കെടുത്തുക. ഏതൊരു മനുഷ്യനും ഒരു സംഭവം ഉണ്ടായാൽ 10 നാൾ കഴിഞ്ഞാൽ അവനത് മറന്നുപോകും. ഇത് സ്വാഭാവികമാണ്. 10 നാളുകൾ കഴിഞ്ഞാൽ അവനത് മറക്കും. എന്തെല്ലാം ജനദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം മറക്കും. സുന്ദരമോഹന വാഗ്ദാനങ്ങളുമായി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കാട്ടാളന്മാർ വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ പെൻഷൻ കൂട്ടിത്തരാം, കുടിശ്ശിക തീർത്തു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. കഴിഞ്ഞതെല്ലാം ജനങ്ങൾ ഏകദേശം ഏറെക്കുറെ മറന്നിട്ടുണ്ടാകും. ആ സാഹചര്യത്തിൽ ഈ കാട്ടാളന്മാർക്ക് വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റുന്നു. അപ്പോൾ ചോദിക്കും, UDF വന്നാൽ എങ്ങനെയുണ്ട്? UDF നല്ലതാണോ? എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. കമന്റിലൂടെയൊക്കെ ചോദിച്ചേക്കാം. UDF വന്നാൽ എല്ലാവരെയും ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? ഇല്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമാണ് ഈ UDFും LDFും ഒക്കെ പരസ്പരം ശത്രുക്കൾ, പരസ്പരം ചെളിവാരി എറിയുന്നു, അപമാനിക്കുന്നു. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇവർ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ന്യൂനതകൾ ഉയർത്തി കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ ഇവർക്കെതിരെ ഇവരുടെ ശത്രുവാണ് ഞങ്ങൾ, ഇവർ കാണിക്കുന്ന അഴിമതിയെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് LDF പറയുന്നു. ഇത് തന്നെ UDFും പറയുന്നു. ജയിച്ച് നിയമസഭയിൽ കയറിക്കഴിഞ്ഞാൽ ഇവരെല്ലാം സാറായും സൂറായുമാണ്. ഇവർ തമ്മിൽ യാതൊരു പകയുമില്ല. എന്താ കെട്ടിപ്പിടുത്തം, എന്താ സ്നേഹം. അപ്പോൾ ജനങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ കാട്ടാളന്മാർ ജനങ്ങളുടെ വോട്ട് വേട്ടയാടാൻ വേണ്ടി മാത്രമാണ് ഇവർ ശത്രുത നടിക്കുന്നത്. ഇവർ തമ്മിൽ യാതൊരു ശത്രുതയുമില്ല. പരസ്പരമുള്ള അഴിമതികളെല്ലാം ഓരോ വിഭാഗവും അധികാരത്തിൽ വരുമ്പോൾ ആ അഴിമതികളെല്ലാം തേച്ച് മായ്ച്ചു കളയും. ഇവരുടെ അഴിമതി അവർ തേച്ച് മായ്ച്ചു കളയും, അവരുടെ അഴിമതി ഇവർ തേച്ച് മായ്ച്ചു കളയും. അതിൻ്റെ അകത്ത് നിയമസഭക്കകത്ത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. എന്തുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മൂന്നാമതൊരു വിഭാഗത്തെയോ അല്ലെങ്കിൽ സ്വതന്ത്രന്മാരെയോ എന്തുകൊണ്ട് ജനങ്ങൾ സംഘടിതമായി അധികാരത്തിൽ കയറ്റുന്നില്ല, നിയമസഭക്കകത്ത് ഇവരെ എത്തിക്കുന്നില്ല? എന്തുകൊണ്ട്? ഇതാണ് ഇവിടെ ചോദ്യം. അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവഗണിക്കുക, ഒഴിവാക്കുക. അവർ കാട്ടാളന്മാരാണ് രണ്ടും. അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.